നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ SFIOയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്തും രാഷ്ട്രീയ പ്രേരിതമെന്ന് വസ്തുതകൾ നിരത്തി വിശദീകരിച്ചതാണ്. മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാനാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ നടപടി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് കേസുമായി കോടതിയിൽ പോയത്. കമ്പനി ആക്ടിലെ വ്യവസ്ഥയിൽ വീഴ്ചയുണ്ടോ എന്നതിൽ മാത്രമാണ് SFIO അന്വേഷണം നടക്കുന്നത്. കൃത്യമായ തിരക്കഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി എന്തെല്ലാം കാണണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. SFIO അന്വേഷണത്തെ രാഷ്ട്രീയമായി ചെറുക്കുമെന്നും പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KSIDCയുടെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. തിരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുണ്ട്. പണവും സ്വാധീനവും ഉപയോഗിച്ച് വശത്താക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ കേന്ദ്ര ഏജൻസി ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടെടുത്ത് തള്ളുമ്പോഴും നിയമ നടപടിയിൽ CPMന് ആകാംക്ഷ. എക്സാലോജിക് നൽകിയതും എക്സാലോജിക്കിനെതിരെ നൽകിയതുമായ 3 കേസുകളാണ് ഇന്ന് കോടതിയിൽ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് 2 ഹൈക്കോടതിയിലായി 3 കേസുകളാണുള്ളത്. കമ്പനിക്കെതിരെ നൽകിയതും കേന്ദ്ര ഏജൻസി ഇടപെടലിനെതിരെ കമ്പനി നൽകിയതുമായ കേസുകൾ പരിഗണനയ്ക്ക് എത്തുമ്പോൾ കോടതി പരാമർശം എന്താകുമെന്നാണ് ആകാംക്ഷ. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി നിർണായക നേതൃയോഗങ്ങളാണ് പാർട്ടി. നിയമസഭാ സമ്മേളനവും നടക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങളിൽ പ്രകടമാണ്. മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധത്തിലാണ് CPM. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് വിലയിരുത്തൽ തന്നെയാകും നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ത് വിവരത്തിന് അടിസ്ഥാനമായ രേഖകൾ ലഭ്യമാക്കുന്നതിനൊപ്പം തുടർ നടപടികൾ സ്റ്റേയും കേസ് റദ്ദാക്കണമെന്നുമുള്ള ആവശ്യമാണ് വീണ വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. SFIO ഡയറക്ടർക്ക് വേണ്ടി ഹാജരാകുന്നത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AST കുളൂർ അരവിന്ദ് കാമത്ത് ആണ്. കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിൽ ഉച്ചയോടെ കേസ് പരിഗണനയ്ക്ക് വരും. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ ഹർജിയും മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയുമാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ എക്സാലോജിക്കിനെതിരെ ഉയർന്നാൽ നിയമ പോരാട്ടത്തിന്റെ മറുവഴികൾ തേടിയാകും CPM പ്രതിരോധം. അതുതന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.